അവൻ്റെ ഒരു ശവയും അവൻ്റെ ഒരു വർമ്മയും. എടോ സംഗി, തനിക്ക് നാണമില്ലേ ഇത് പറയാൻ? താൻ എന്തിനാണ് അങ്ങനെ പറയണത്? ഇവിടെ ഒരു ഭരണഘടനയില്ലേ? ഈ കേരളത്തിൽ ഭരണകർത്താക്കളില്ലേ? തന്നേക്കാൾ ബുദ്ധിയും വിവേകമുള്ള ഉദ്യോഗസ്ഥരില്ലേ ഈ നാട്ടിൽ? തനിക്ക് പരാതി ഉണ്ടെങ്കിൽ ഒരു പരാതി എഴുതി കൊടുക്കണോ? അല്ലാണ്ട് പബ്ലിക്കായിട്ട് നിന്നിട്ട് അറേബ്യൻ ഭക്ഷണം നമ്മുടെ സംസ്കാരത്തിന് പറ്റിയതല്ല, മുറ്റത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ശവത്തിൻ്റെ മണമാണ്, ഇതൊക്കെ പറയാൻ നിനക്ക് നാണമില്ലേ? എന്നിട്ട് ഇവിടെ മനുഷ്യന്മാർ ജീവിക്കുന്നില്ലേ? അപ്പോൾ മുസ്ലിമിൻ്റെ സംസ്കാരത്തെയും മുസ്ലിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെയും അവരുണ്ടാക്കി കൊടുത്ത 10 പൈസ ഉണ്ടാക്കുന്നതിനെയും എല്ലാം കാണുമ്പോൾ നിൻ്റെ മനസ്സിനും കണ്ണിനും ഉണ്ടായിത്തീരുന്ന അസൂയയും പകയും വിദ്വേഷവുമാണ് നിന്നെ ഈ രീതിയിലേക്ക് പറയാൻ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് മധു സാറിൻ്റെ നാവടക്കി എവിടെയെങ്കിലും ഇരിക്കുക. അല്ലാതെ പാവപ്പെട്ട മുസ്ലിങ്ങളുടെ നെഞ്ചത്തേക്ക് ഏണി വെച്ച് കയറാൻ വരരുത്. പതുക്കെ വല്ല തളപ്പിട്ട് ചെറിയ തളപ്പ് കെട്ടിയിട്ട് മെല്ലെ കയറി വന്നാൽ മതി. ഏണി ചാരാൻ വരരുത്. അത് നീ നിൻ്റെ നെഞ്ചത്തേക്ക് തന്നെ ചാരിട്ട് കയറുക. അതാണ് മധു സാറിനോട് പറയാനുള്ളത്. മധു സാർ വലിയ സാറാണ്, പക്ഷേ പറയണതൊക്കെ വിഡിത്തമാണ്. ഷവർമ്മ എന്നിട്ട് പറയാണ് അത് തിന്ന് കുറച്ച് പേര് മരിച്ച്. അതിൽ ഒരൊറ്റ മുസ്ലിം പോലും ഇല്ല. അവനെല്ലാവരും തുണിപൊക്കി നടക്കുകയില്ലായിരുന്ന മുസ്ലിമാണോന്നറിയാൻ വേണ്ടി ഷവർമ്മ തിന്നവരെല്ലാം തുണിപൊക്കിയിട്ട് നോക്കി നടക്കുകയായിരുന്നു. നാണമില്ലേടെ മധു നിനക്കിത് പറയാൻ? നീ മുസ്ലിങ്ങൾ ആരും മരിച്ചിട്ടില്ല, മരിച്ചതൊക്കെ ഹിന്ദുക്കളാണ്, അത് അറേബ്യൻ ഭക്ഷണമാണ്, ശവം കൊണ്ട് നടക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പരാതി ഉണ്ടെങ്കിൽ എഴുതി കൊടുക്കണം. നീ ഒരു പ്രസ്ഥാനത്തിൻ്റെ അറ്റത്താളല്ലേ, എഴുതി കൊടുക്ക്. എന്നിട്ട് നീ എന്ത് ചെയ്യണം? പരാതിപ്പെടണം. എന്നിട്ട് അറേബ്യൻ ഭക്ഷണം ഈ കേരള സംസ്കാരത്തിന് പറ്റിയതല്ല എന്ന് പറഞ്ഞ് നീ അത് നിരോധിക്കണം. അതല്ലേ മാന്യത. അല്ലാതെ കണ്ട് മധു ഈ പറയും പോലെ ശവം കൊണ്ടുവന്ന് ഞങ്ങൾക്കാർക്കും ഒരു നാറ്റവും വന്നില്ല. മധുവിന് മാത്രം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശവത്തിൻ്റെ നാറ്റമാണ് ഷവർമയിൽ നിന്ന് വരുന്നതെങ്കിൽ മധു ENT വിഭാഗത്തെ പോയി കണ്ടിട്ട് മൂക്കിൽ പ്രത്യേകം വല്ല സാധനം വളർന്നു വരുന്നുണ്ടോ എന്ന് നോക്കണം. മൂക്കിൽ കൂടി ചിലപ്പോൾ ദേശീയമൊക്കെ വളർന്നു വരുമ്പോഴേ ചില മണമൊക്കെ അറിയാതെ വരും. അതുകൊണ്ട് അവർ ENT കണ്ട് ആദ്യം മധു മൂക്ക് പരിശോധിക്കണം. എൻ്റെ മൂക്കിൻ്റെ ഉള്ളിലേക്ക് പരിശോധിച്ച് അതൊക്കെ ഒന്ന് ചെക്കപ്പ് ചെയ്തിട്ട് വരിക. അല്ലാതെ കണ്ട് മുസ്ലിങ്ങൾക്കെതിരെ എന്തെങ്കിലും പറയാൻ വേണ്ടി ഷവർമയും അൽഫാമും ഒക്കെ ഇട്ടിട്ട് വെറുതെ അങ്ങോട്ട് തട്ടിപിടിക്കുകയാണ്. മരിക്കുന്നവരെ നോക്കാൻ നീ എന്താ തുണിപൊക്കി കണക്കായിരുന്നു? തുണിപൊക്കിയാണ് മരിച്ചവരെ നോക്കാൻ നടന്നത്? നാണമില്ലേടോ താൻ ഇങ്ങനെയൊക്കെ ഈ വിഡ്ഢിത്വം പുലമ്പി ഇവിടുത്തെ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിൽ അടുപ്പിച്ചിട്ട് ആ ചോര കുടിച്ചിട്ട് അങ്ങ് നക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. പിന്നെ ഈ കേരളത്തിന് പ്രത്യേകതയുണ്ട്. കേരളത്തിലെ മുസ്ലിങ്ങൾ വിദ്യാസമ്പന്നരാണ്, സംസ്കാരമുള്ളവരാണ്, അന്തസ്സുള്ളവരാണ്, അഭിമാനമുള്ളവരാണ്. അവർക്ക് വളർച്ചയുണ്ട്, അവരധ്വാനിക്കുന്നുണ്ട്, അവർ കച്ചവടം ചെയ്യുന്നുണ്ട്, അവരതുപോലെ കൃഷി ചെയ്യുന്നുണ്ട്, പല രീതിയിലും അവർ ജീവിക്കുന്നുണ്ട്. അതിലൊക്കെ ഉണ്ടല്ലോ മതത്തിൽ ചിട്ടയായ രീതിയിൽ മതയിട്ട് വെച്ച് പുലർത്തുന്നുണ്ട്. അതിലൊക്കെ നിനക്ക് അസൂയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലേ അതൊക്കെ പറഞ്ഞു തീർക്കുക. അതുമല്ലെങ്കിലേ വേറെ വല്ല അസുഖമാണെങ്കിലേ അത് കരഞ്ഞു തീർക്കുക.